ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഓപ്റ്റിമം ടാരിഫ് എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് ഓപ്റ്റിമം ടാരിഫ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ഒരു രാജ്യം അതിൻ്റെ എക്സ്പോർട്ടിന് മേലും ഇമ്പോർട്ടിന് മേലും ടാരിഫ് ഈടാക്കുമ്പോഴത്തേക്ക് അത് ആ രാജ്യത്തിൻ്റെ വെൽഫെയർ കൂട്ടുന്ന രീതിയിലുള്ളതായിരിക്കണം. അത് ഒരുപാട് കൂടുതൽ ടാരിഫ് ഈടാക്കാനും പാടില്ല, എന്നാൽ തീരെ കുറയാനും പാടില്ല. വരുമാനം കിട്ടണം, എന്നാൽ ഇറക്കുമതി കയറ്റുമതി ബാധിക്കാനും പാടില്ല. ഇങ്ങനെയുള്ള ഒരു ടാരിഫിനെയാണ് ഓപ്റ്റിമം ടാരിഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് ഡയഗ്രാമത്തിൻ്റെ സഹായത്തോടെയൊക്കെ മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. Optimum tariff. Optimum tariff is a concept in international trade. ഇത് അന്താരാഷ്ട്ര കച്ചവടത്തിൽ വരുന്ന, അതായത് ഇന്റർനാഷണൽ ട്രേഡ് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ദാറ്റ് റെഫേഴ്സ് ടു ദ റേറ്റ് ഓഫ് ടാരിഫ്, അതായത് ഇമ്പോർട്ട് ടാക്സ് ആണ് ടാരിഫ് എന്ന് പറയുന്നത്. ദാറ്റ് മാക്സിമൈസസ് എ കൺട്രീസ് എക്കണോമിക് വെൽഫെയർ, രാജ്യത്തിന്റെ വെൽഫെയർ കൂട്ടുന്ന രീതിയിലുള്ള, ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ വെൽഫെയർ കൂട്ടുന്ന രീതിയിലുള്ള ആ ചുമത്തുന്ന ടാക്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ഓപ്റ്റിമം ടാരിഫ് എന്ന് പറയുന്നത്. ഇതിനൊരു ഡെഫിനിഷൻ വരുന്നുണ്ട്, എന്താണെന്ന് നോക്കാം. An optimum tariff is the tariff rate that a large importing country can impose. നല്ല രീതിയിൽ ഇമ്പോർട്ടിങ് നടത്തുന്ന ഒരു കൺട്രിയാണ് ഇത് ഇമ്പോസ് ചെയ്യുന്നത്. ഓക്കെ, ഏതിലും മേലിൽ ഓൺ ഫോറിൻ ഗുഡ്സ് ടു ഇംപ്രൂവ് ഇറ്റ്സ് ടേംസ് ഓഫ് ട്രേഡ്. അതിന്റെ ടേംസ് ഓഫ് ട്രേഡ്, ആ കയറ്റുമതി ഇറക്കുമതികളൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചുമത്തുന്ന ആ ഒരു ടാരിഫിനെയാണ് ഓപ്റ്റിമം ടാരിഫ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എന്താണത്? ദാറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് എക്സ്പോർട്ട് പ്രൈസസ് ടു ഇമ്പോർട്ട് പ്രൈസസ്. ആ ഒരു എക്സ്പോർട്ട് പ്രൈസും ഇമ്പോർട്ട് പ്രൈസും തമ്മിലുള്ള ഒരു റേഷ്യോ, അതാണ് ഈ ടേംസ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. ദെയർ ബൈ ഇൻക്രീസിങ് ഇറ്റ്സ് നാഷണൽ വെൽഫെയർ, ആ രാജ്യത്തിന്റെ വെൽഫെയർ കൂടുന്നു, അതിന്റെ രാജ്യത്തിന്റെ ക്ഷേമം കൂടുന്നു. ബട്ട് ഓൺലി അപ് ടു എ സർട്ടൻ പോയിന്റ്, ഒരു പോയിന്റ് വരെ മാത്രമേ കൂടത്തുള്ളൂ. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ടാക്സ് ഈടായി കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ വെൽഫെയർ കൂട്ടുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ടാക്സേഷനാണ് ഓപ്റ്റിമം ടാരിഫ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കീ അസംഷൻസ് നോക്കാം. ആദ്യത്തേത്, ദ കൺട്രി ഈസ് ലാർജ് ഇനഫ് ഇൻ ദ ഗ്ലോബൽ മാർക്കറ്റ് ടു ഇൻഫ്ലുവൻസ് വേൾഡ് പ്രൈസ്. അതായത് വേൾഡ് പ്രൈസിന് ഇൻഫ്ലുവൻസ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ലാർജ് കൺട്രി ആയിരിക്കണം, എന്നാലേ ഒരു ഗ്ലോബലി ഒരു ഇമ്പാക്ട് വരത്തുള്ളൂ. അതായത് ഇറ്റ്സ് എ ലാർജ് കൺട്രി. ഓക്കെ, അതാണ് അതിൻ്റെ ആദ്യത്തെ അസംഷൻ എന്ന് പറയുന്നത്. അടുത്തത്, ദ ഫോറിൻ എക്സ്പോർട്ടർ കനോട്ട് ഫുള്ളി പാസ് ഓൺ ദ ടാരിഫ് ടു ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ്. അതായത് ഉദാഹരണത്തിന് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു ഉൽപ്പന്നം ഇറക്കുമതി ചെയ്യുകയാണ്. ഓക്കെ, അമേരിക്ക ആണ് എക്സ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിലേക്ക്. ഓക്കെ, അപ്പോഴത്തേക്ക് ഒരുപാട് ടാക്സ് വരുമ്പോഴത്തേക്ക് എന്താ അമേരിക്കക്കാർക്ക് എന്ത് ചെയ്യേണ്ടി വരും? ആ ഉൽപ്പന്നത്തിന്റെ മേലെ വില കൂട്ടേണ്ടി വരും. അതാണ് ഈ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് എന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള ആ അമേരിക്കയിൽ നിന്ന് സാധനം മേടിക്കുന്ന ആൾക്കാർ. ഓക്കെ, അപ്പം ഇങ്ങനെ അമേരിക്കക്കാർ ഒരുപാട് ആ ഉൽപ്പന്നത്തിന് മേല് ആ ടാക്സ് മുതലാക്കാൻ വേണ്ടിയിട്ട് വില കൂട്ടിക്കഴിഞ്ഞാൽ ആ ഇറക്കുമതി ഇന്ത്യ എന്ത് ചെയ്യും? ഭയങ്കര വില ആയതുകൊണ്ട് ഇറക്കുമതി കുറയ്ക്കും, അല്ലെ? പിന്നെ അമേരിക്കയിൽ നിന്ന് സാധനം മേടിക്കില്ല എന്നൊരു സിറ്റുവേഷൻ വരും. ഓക്കെ, അപ്പം അതാണ് പറഞ്ഞത്, ദ ഫോറിൻ എക്സ്പോർട്ടർ കനോട്ട് ഫുള്ളി പാസ് ഓൺ ദ ടാരിഫ് ടു ദ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ്. ഇന്ത്യയിലുള്ള ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് ആ ടാരിഫ് ഫുള്ളായിട്ട് പാസ് ഓൺ ചെയ്യാൻ പറ്റത്തില്ല, അത് വില കൂട്ടി വിൽക്കാൻ പറ്റത്തില്ല. ആൻഡ് മസ്റ്റ് റെഡ്യൂസ് ദിയർ പ്രൈസസ് ടു സ്റ്റേ കോമ്പറ്റീറ്റീവ് ആയിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് അവർ അതിന്റെ വില കുറച്ചേ പറ്റത്തുള്ളൂ. ഇതൊരു മറ്റൊരു അസംഷനാണ്. ഇനി നമുക്ക് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കാം. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നോക്കാം. അതായത് ദ ടാരിഫ് റെഡ്യൂസസ് ഡിമാൻഡ് ഫോർ ഇമ്പോർട്ട്സ്. മനസ്സിലായില്ലേ? അപ്പം ഈ ടാരിഫ് ഏർപ്പെടുത്തുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഇമ്പോർട്ടിനോടുള്ള, ഇറക്കുമതി ചെയ്യുന്ന ആ ഉൽപ്പന്നത്തിനുള്ള ഡിമാൻഡ് കുറയും, ഭയങ്കര വില ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്ത് ചെയ്യും? കയറ്റുമതി ചെയ്യുന്ന കൺട്രീസ് അവരുടെ വില കുറയ്ക്കും. ലോവർ ദെയർ പ്രൈസസ് ടു മെയിൻറ്റെയിൻ ട്രേഡ്. ഈ ട്രേഡ് നിലനിർത്താൻ വേണ്ടി വില കുറച്ചേ പറ്റത്തുള്ളൂ, എന്നാലേ കച്ചവടം നടക്കത്തുള്ളൂ. ദിസ് ഇംപ്രൂവ്സ് ദ ടേംസ് ഓഫ് ട്രേഡ്. അപ്പോൾ ഇതെന്ത് ചെയ്യും? കൂടുതൽ ടേംസ് ഓഫ് ട്രേഡ്, കൂടുതൽ ഇറക്കുമതി കയറ്റുമതി ആ ഒരു ടേംസ് ഓഫ് ട്രേഡ് വർദ്ധിപ്പിക്കുന്നു ഫോർ ദെയർ ഇമ്പോർട്ടിംഗ് കൺട്രി. ഓക്കെ, അതായത് ഇമ്പോർട്ടിംഗ് കൺട്രിക്ക് വേണ്ടി കൺട്രിയിലേക്ക് ഒരുപാട് ഉൽപ്പന്നങ്ങൾ അവർക്ക് വിൽക്കാൻ കഴിയുന്നു. ഇറ്റ് പേയ്സ് ലെസ് ഫോർ ഇമ്പോർട്ട്സ്. ഓക്കെ, അപ്പോഴത്തേക്ക് എന്താണ് ഈ ഇമ്പോർട്ടിംഗ് കൺട്രി എന്താണ് ചെയ്യുന്നത്? ആ ഇമ്പോർട്ടിന് കുറച്ച് ചാർജ് ഈടാക്കുന്നുള്ളൂ. അത് മാത്രമല്ല, ഈ ഇമ്പോർട്ടിംഗ് കൺട്രി അവർക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ അവർക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ എക്സ്പോർട്ടിൽ നിന്നുള്ള ആ വരുമാനവും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടേംസ് ഓഫ് ട്രേഡ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് അവർക്കൊരു ഗെയിൻ ഉണ്ടാവുകയാണ്. ആ നേട്ടം എന്ന് പറയുന്നതാണ് ദ ഗെയിൻ ഫ്രം ബെറ്റർ ടേംസ് ഓഫ് ട്രേഡ്. അതായത് ഈ നല്ലൊരു ടേംസ് ഓഫ് ട്രേഡ് കൊണ്ട് അവർ ഗെയിൻ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ക്യാൻ എക്സീഡ് ദ ലോസ് ഫ്രം ലോവർ ഇമ്പോർട്ട് വോളിയം. അത് ഇമ്പോർട്ട് വോളിയം കുറയുകയും, അതായത് നേരത്തെ പറഞ്ഞ പോലെ ടാരിഫ് ഈടാകുന്നതുകൊണ്ട് ഇമ്പോർട്ട് വോളിയം കുറയുകയും അവർക്ക് കൂടുതൽ എക്സ്പോർട്ട് ചെയ്യാൻ കഴിയുകയും ചെയ്യുമ്പോഴത്തേക്ക് അവർക്കൊരു കൺട്രിക്ക് ഒരു ഗെയിൻ ഉണ്ടാവുകയാണ്, കൂടുതൽ എക്സ്പോർട്ട് റവന്യൂ കിട്ടുകയാണ്. ഓക്കെ, അപ് ടു എ പോയിന്റ്, ഒരു പോയിന്റ് വരെ ഈ ഒരു പ്രതിഭാസം ഉണ്ടാവും. ഇനി നമുക്ക് ഈ ടാരിഫ് ഭയങ്കരമായിട്ട് കൂട്ടി വെച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് നോക്കാം. ഈ ഒരു പ്രശ്നമാണ് ഇപ്പോൾ അടുത്തിടെയായിട്ട് അമേരിക്കയും ചൈനയും തമ്മിൽ നടന്നത്. ഓക്കെ, അത് ഇഫ് ടാരിഫ് ഈസ് ടു ഹൈ എന്ത് സംഭവിക്കും? ഇമ്പോർട്ട് വോളിയം ഫാൾ ഷാർപ്പ്ലി. അത് ഇറക്കുമതി ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര ടാരിഫ് അല്ലേ. ഓക്കെ, അപ്പോൾ റെഡ്യൂസിങ് വെറൈറ്റി ആൻഡ് എഫിഷ്യൻസി. അപ്പം ആ ഇറക്കുമതി ചെയ്യുന്ന രാജ്യത്തിന് പല വെറൈറ്റി ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് തിരിച്ചടി ഉണ്ടാവും. പിന്നെ ആര് ചെയ്ത പോലെ? അമേരിക്ക ചെയ്ത പോലെ, ചൈനയ്ക്കെതിരെ ചെയ്ത പോലെ റിട്ടാലിയേഷൻ മേ ഒക്കോർ. തിരിച്ചടിക്കും. അവരെന്ത് ചെയ്യും? ടാരിഫ് കൂട്ടും. അതർ കൺട്രീസ് ഇമ്പോസ് ദെയർ ഓൺ ടാരിഫ്. ഓക്കെ,
അങ്ങനെ വരുമ്പോഴത്തേക്ക് ഡെഡ് വെയിറ്റ് ലോസ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. ഓക്കെ, അത് കൂടുകയാണ് ചെയ്യുന്നത്. ഡെഡ് വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, ഇൻഎഫിഷ്യൻസി ഇൻ പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ. അതായത് പ്രൊഡക്ഷനിലും കൺസംഷനിലും ഒരു ഇൻഎഫിഷ്യൻസി ഉണ്ടാവും. ഇത് കയറ്റുമതി ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അപ്പോഴത്തേക്കും ആ ഒരു പ്രൊഡക്ഷൻ അവിടെ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ നടക്കാതെ വരികയാണ് ചെയ്യുന്നത്. സോ ഓപ്റ്റിമം ടാരിഫ്, അപ്പൊ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഓപ്റ്റിമം ടാരിഫ് എന്ന് പറയുന്നത് ഈസ് ദ പോയിന്റ് വെയർ ഗെയിൻസ് ഫ്രം ഇംപ്രൂവ്ഡ് ടേംസ് ഓഫ് ട്രേഡ്. അതായത് ഇംപ്രൂവ് ആയിട്ടുള്ള ടേംസ് ഓഫ് ട്രേഡിൽ നിന്ന് കിട്ടിയ ആ ഒരു ബെനിഫിറ്റ് ഇല്ലേ, ആ ഒരു ഗെയിൻ, അത് ഏതിന് തുല്യമായിരിക്കണം, ലോസസ് ഫ്രം റെഡ്യൂസ്ഡ് ട്രേഡ് ആൻഡ് എഫിഷ്യൻസി. അത് ഉണ്ടായ നഷ്ടം, ട്രേഡ് കുറഞ്ഞപ്പോൾ ഉണ്ടായത് അല്ലെങ്കിൽ എഫിഷ്യൻസി കുറഞ്ഞപ്പോൾ ഉണ്ടായ നഷ്ടത്തിന് തുല്യമായിട്ട് ഒരു ഗെയിൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തായി, ഒരു ഓപ്റ്റിമം ആയിട്ടുള്ള ഒരു ടാരിഫായി. അതായത് ആ നഷ്ടം അവിടെ നികത്തി എന്ന് പറയാം. ഇനി ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡയഗ്രം ഉണ്ട്. ആ ഡയഗ്രം നമുക്ക് പരിചയപ്പെടാം. ഇതാണ് ആ ഡയഗ്രം എന്ന് പറയുന്നത്. ഇതിൽ എക്സ് ആക്സിൽ ടാരിഫ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രം 0 to TP. മനസ്സിലായില്ലേ? ടാരിഫ് റേറ്റ് 0 to TP ആണ്, അത് നമുക്ക് കാണാം. വൈ ആക്സിൽ കൊടുത്തിരിക്കുന്നത് വെൽഫെയർ അല്ലെങ്കിൽ സർപ്ലസ് അല്ലെങ്കിൽ റവന്യൂ. ഓക്കെ, വെൽഫെയർ ഓർ സർപ്ലസ് ഓർ റവന്യൂ. ഓക്കെ, അതായത് അതിന്റെ ഏതൊക്കെ ലെവലാണ്, NW എന്നുള്ള ലെവലുണ്ട്, CS എന്നുള്ള ലെവലുണ്ട്, PS, TR, അതൊക്കെ കണ്ടോ? അത് ഓരോന്ന് ഞാൻ പറയാം. അപ്പൊ ഇതൊക്കെയാണ് ആ ഒരു വൈ ആക്സിൽ വരുന്ന ആ ഒരു മെഷർ എന്ന് പറയുന്നത്. ഇനി ഇത് കർവുകൾ പരിചയപ്പെടാം. ഒരു ഗ്രീൻ കർവ് കണ്ടോ, ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് നെറ്റ് നാഷണൽ വെൽഫെയർ ആണ്, NW എന്ന് കൊടുത്തേക്കുന്നുണ്ട്. അതാണ് ഈ ഗ്രീൻ കർവ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഏതിന്റെയൊക്കെ സം വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഞാൻ പറയുന്നതിന്റെയൊക്കെ ടോട്ടലാണ് ഈ കർവ് കാണിക്കുന്നത്. കൺസ്യൂമർ സർപ്ലസ് CS, പിന്നെ പ്രൊഡ്യൂസർ സർപ്ലസ് PS, ഗവൺമെന്റ് ടാരിഫ് റവന്യൂ TR, ഇതിന്റെ എല്ലാം കൂടെ ഒരു സമ്മാണ് ഈ കർവിൽ, ഗ്രീൻ കളർ കർവിൽ വരുന്നത്. നമുക്കിതിൽ കാണാം ഈ NW എന്ന് പറയുന്ന ഈ കർവ് എന്ന് പറയുന്നത് ഇനിഷ്യലി റൈസ് ചെയ്യുകയാണ്, ആദ്യം അത് ഉയർന്നു വരികയാണ് അല്ലെ. അത് എന്തുകൊണ്ടാണത്, ടാരിഫ് ഇൻക്രീസ് ഫ്രം 0 to പീക്ക്. ആ താഴെ കൊടുത്തിരിക്കുന്ന ടാരിഫിന്റെ കർവ് 0യിൽ നിന്ന് പീക്കിലേക്ക് പോകുമ്പോഴാണ് ഇതും എന്ത് ചെയ്യുന്നത്, ഈ നെറ്റ് വെൽഫെയർ എന്ത് ചെയ്യുന്നത്, കൂടുന്നത്. ഓക്കെ, വീണ്ടും ടാരിഫ് കൂടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, ഡിക്ലൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ താഴെ ഉള്ള കർവ് താഴേക്ക് പോകുമ്പോഴത്തേക്ക് ആ NW കർവ് എന്ത് ചെയ്യുന്നു, താഴേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വെൽഫെയർ റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോഴത്തേക്ക് എന്താ, ഡിസ്റ്റോർഷൻസും, അതായത് ഡിസ്റ്റോർഷൻസ് ഇൻഎഫിഷ്യൻസിക്ക് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്റ്റിമം ടാരിഫ് എന്ന് പറയുന്നത് ആ പീക്ക് പോയിന്റ് ആണ്, ആ NW കർവിന്റെ പീക്ക് പോയിന്റ് ആണ് ഓപ്റ്റിമം ടാരിഫ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ആ യെല്ലോ കളറുള്ള കർവ്, CS കർവ് പരിചയപ്പെടാം. അതായത് കൺസ്യൂമർ സർപ്ലസ് കർവ് ആണ് അത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് സ്റ്റഡി ആയിട്ട് ഡിക്ലൈൻ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ടാരിഫ് കൂടുമ്പോഴത്തേക്കാണ് എന്ത് ചെയ്യുന്നത്, ടാരിഫ് കൂടുന്നതിനനുസരിച്ച് ഇത് സ്റ്റഡി ആയിട്ട് കൺസ്യൂമറിന്റെ സർപ്ലസ്, അതായത് ടാരിഫ് കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരുന്നു, കൺസ്യൂമറിന് മിച്ചം ഒന്നും കിട്ടുന്നില്ല, അതാണ് കൺസ്യൂമർ സർപ്ലസ് പറയുന്നതാണ് ഇത് സ്റ്റഡി ആയിട്ട് ഡിക്ലൈൻ ചെയ്യുന്നത്. ഓക്കെ, അത് ഹയർ ടാരിഫ് ഈടാക്കുമ്പോഴത്തേക്ക് ഹയർ പ്രൈസ് വരുന്നു, അപ്പോൾ കൺസ്യൂമർ സർപ്ലസ് കുറയുന്നു. ഇത്രയേ ഉള്ളൂ ഇതിന്റെ റീസൺ എന്ന് പറയുന്നത്. അടുത്തത് ആ റെഡ് കളറിലുള്ള PS കർവാണ്. അതെന്ന് പറയുന്നത് പ്രൊഡ്യൂസർ സർപ്ലസ് കർവാണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സിന്റെ ബെനിഫിറ്റ് ആണ് കാണിക്കുന്നത്. ഡൊമസ്റ്റിക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് ടാരിഫ് കൂടുതലായതുകൊണ്ട് അവർക്ക് എന്ത് കോമ്പറ്റീഷൻ കുറവായിരിക്കും, അത് ഒരുപാട് വിദേശ ഉൽപ്പന്നങ്ങൾ വരുന്നില്ല. ഓക്കെ, അപ്പോഴത്തേക്ക് ഇമ്പോർട്ടിൽ നിന്നുള്ള ഒരു കോമ്പറ്റീഷൻ കുറയുകയും അവർ കൂടുതൽ സർപ്ലസ് നേടുകയും ചെയ്യുന്നു. അതാണ് എന്ത് ചെയ്യുന്നത്, ഈ PS കർവ് ആദ്യം ടാരിഫ് കൂടുമ്പോഴത്തേക്ക് ഈ ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് പിന്നെ അവർ സർപ്ലസ് നേടുന്നതായിട്ട് കാണിക്കുന്നത്. അതാണ് ഈ കർവ് അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിട്ട് പോണത്. അടുത്ത താഴെയുള്ള ഡോട്ടഡ് ആയിട്ടുള്ള ബ്ലൂ ലൈൻ, അത് ആ കർവ്ഡ് ആയിട്ട് നിൽക്കുന്നത് ടാരിഫ് റവന്യൂ കർവ് ആണ്. ഇതെന്ന് പറയുന്നത് ആദ്യം കൂടിയാണ് പോണത്. ഓക്കെ, അത് ടാരിഫ് കൂടുന്നതിനനുസരിച്ച് ഇത് കൂടി പോവുകയാണ്. ഓക്കെ, എന്നിട്ട് മാക്സിമത്തിൽ എത്തിയിട്ട് പിന്നെ കുറയുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് താഴേക്ക് വരുന്നത്, അതായത് ഒരുപാട് ടാരിഫ് ഈടാക്കുമ്പോഴത്തേക്ക് ഇമ്പോർട്ട് വോളിയം കുറയുന്നുണ്ട്, ഇമ്പോർട്ട് ചെയ്യുന്നതിന്റെ അളവ് കുറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കർവ് താഴേക്ക് വരുന്നത്, ടാരിഫ് റവന്യൂ കർവ് താഴേക്ക് വരുന്നത്. അതായത് നമ്മളിൽ നിന്നും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഗ്രീൻ കളർ കർവിലെ മുകളിൽ NW എന്നുള്ള അതായത് നെറ്റ് വെൽഫെയർ കർവ് ഏറ്റവും കൂടി നിൽക്കുന്ന, പീക്കിൽ നിൽക്കുന്ന ആ ഭാഗത്താണ് ഇത് വരുന്നത്, ഓപ്റ്റിമം ടാരിഫ് വരുന്നത്. അതാണ് ഓപ്റ്റിമം ടാരിഫ് ലെവലായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.